ലാഭം, നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം. വീട്ടിലേക്ക് കയറുന്ന പടി എത്ര എണ്ണമാണ്, അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന വീടുകളുടെ പടികളുടെ എണ്ണം ഒറ്റ സംഖ്യയിലായിരുന്നു. അങ്ങനെ മാത്രമേ അന്ന് കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ 10-30 വർഷമായിട്ട് അതിൻ്റെ അകത്തൊരു പ്രതിഭാസം അല്ലെ വൈരുദ്ധ്യത എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് 45 സെൻറ്റിമീറ്റർ ആയപ്പോൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്ന 15 സെൻറ്റിമീറ്റർ, നിയമപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 2 സ്റ്റെപ്പ് എങ്ങനെയോ വന്നു. അന്നേരം ഇതിൻ്റെ അകത്ത് ലാഭം നഷ്ടം എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പോഴത്തെ പല വാസ്തുക്കാരും കോൺട്രാക്ടേഴ്സും വീട് പണിയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനെ ജനങ്ങളിലേക്ക് തെറ്റായ തരത്തിലൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ വാസ്തുവിലും തന്നെ പടികളെ പറ്റി പറയുമ്പോൾ ലാഭം നഷ്ടം എന്ന് പറയുന്ന ഒരു ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വേണമെങ്കിൽ അധമം ഉത്തമം എന്നൊക്കെ വേണ്ടതെന്ന് പറയാം. പക്ഷേ അങ്ങനെയൊന്നും പൗരാണിക ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ പരാമർശിക്കുന്നില്ല. പക്ഷേ ഒറ്റ സംഖ്യയിൽ ആണ് പഴയ വീടുകളുടെ പടികൾ കണ്ടുവരുന്നത്. അന്നേരം ഈ പറയുന്ന ലാഭം നഷ്ടം എന്നുള്ള രീതി ഞാനൊന്ന് കാണിച്ചു തരാം. സാധാരണ 2 സ്റ്റെപ്പിൽ അവർ ആദ്യത്തെ കാലെടുത്ത് വെക്കുന്നത് ഇത് ലാഭമായിട്ടാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നഷ്ടവും, മൂന്നാമത്തത് സ്റ്റെപ്പല്ല, വീടിൻ്റെ ഉൾവശം അല്ലെങ്കിൽ നമ്മുടെ തറ അല്ലെങ്കിൽ വീടിനുള്ളിലെ ഫ്ലോറിലോട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. അത് ലാഭത്തിലാകുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കയറിയവർ തിരിച്ചിറങ്ങി നോക്കണം. നിങ്ങൾ അവരവരുടെ വീട്ടിൽ സ്വന്തമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ 2 പടികളുള്ള വീട്ടിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ ഭൂമിയിൽ ചവിട്ടുമ്പോൾ ഭൂമി നഷ്ടത്തിലാണ് വരുന്നത്. കാരണം അവിടുന്ന് ലാഭത്തിൽ വന്ന ആള് ആ ലാഭത്തിൽ നിന്ന് അടുത്ത കാലെടുത്ത് വെക്കുന്ന നഷ്ടം, പിന്നെ ലാഭം, പിന്നെ ഭൂമിയിൽ ചവിട്ടുമ്പോൾ നഷ്ടമായിട്ട് വരുന്നത്. ഭൂമി എന്ന് പറയുന്നത് നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന പുരയിടം അല്ലെങ്കിൽ ആ വസ്തു അല്ലെങ്കിൽ ആ പ്ലോട്ട്, അതിനെയാണ് നമ്മൾ ഭൂമി എന്ന് ഇവിടെ പറയുന്നത്. അന്നേരം നമ്മൾ ആ നിൽക്കുന്ന പുരയിടം എന്ന് പറയുന്ന ആ ഭൂമി നമ്മുടെ പൂർവികർ ആ മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് വിത്തുകളിട്ട് വിളയിച്ച് നെല്ല് പോലുള്ള നമ്മൾ കഴിക്കുന്ന അന്നം കൃഷി ചെയ്ത് അതിൽ നിന്നും സമ്പാദിച്ച് കാണുന്നതാണ് ഈ ഭൂമുഖത്തും ഈ ലോകത്ത് കാണുന്ന സർവ്വ സമ്പാദ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ഭൗതികമായി കാണുന്ന എല്ലാ അവസ്ഥകളും ആ മണ്ണിൽ നിന്ന് നേടിയിട്ടുള്ളതാണ്. അന്നേരം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ മണ്ണ് ഒരിക്കലും നഷ്ടമല്ല, ലാഭമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമി അല്ലെങ്കിൽ ഈ വസ്തു എന്താണ്? ലാഭമാണ്. അന്നേരം അതുകൊണ്ട് ഈ ഒറ്റ സംഖ്യയിലുള്ള വരുന്ന സ്റ്റെപ്പിനെ പറ്റി ഞാൻ പറയാം. പലരും ഈ ഒരു കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ഒന്നുകൂടെ പറയുകയാണ്. ഈ നിൽക്കുന്നത് ലാഭത്തിലാണ്, അത് ഭൂമി ലാഭമായത് കൊണ്ട് തന്നെ. അതിൽ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വലതുകാലെടുത്ത് വെക്കുന്നു. ഒറ്റ സംഖ്യയിലാകുമ്പോൾ ഇനിയിപ്പോൾ ഈ ലാഭം നഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം സത്യത്തിൽ വാസ്തുവിലൊന്നുമില്ല. പിന്നെ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒറ്റ സംഖ്യയിൽ വരുമ്പം അതിൻ്റെ മെച്ചം എന്താണെന്നുള്ളത്. അന്നേരം ആദ്യം എടുത്തു വെക്കുന്ന കാല് ലാഭത്തിൽ നിന്ന് നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം. അന്നേരം 2 കാലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്ലോറാണ്. അല്ലെങ്കിൽ എന്തിനാണ് സ്റ്റെപ്പുകൾ? സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മുകളിലോട്ട് കയറാനുള്ള ഒരു ഉപാധി മാത്രമാണ് പടികൾ. അല്ലെങ്കിൽ കയറാനും ഇറങ്ങാനും ഉള്ള ഒരു ഉപാധി മാത്രമാണ് പടികൾ. അതിനപ്പുറം ആ പടിക്ക് വേറെ പ്രസക്തി ഒന്നുമില്ല. പക്ഷേ അത് ഒറ്റ സംഖ്യയിലാകുമ്പോൾ ഉള്ള മെച്ചത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ വീടിനുള്ളിൽ തറയിൽ വന്ന് ഒറ്റ സംഖ്യയിലായതുകൊണ്ട് ലാഭത്തിൽ നിന്ന് ഇനി തിരിച്ചിറങ്ങി പോവുക. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അത് ഉത്തമമായിരിക്കണം, ആ പോകുന്ന കാര്യം ലാഭകരമാകണമെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ ലാഭത്തിൽ നിന്ന് നമ്മൾ എടുത്ത് വെക്കുന്നത് നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം. 2 കാലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ലാഭത്തിലായി. ഈ ലാഭനഷ്ടം പറയുന്ന വാസ്തുക്കാർക്ക് വേണ്ടിയിട്ടാണ്. വാസ്തുവിൽ ഒരിക്കലും ലാഭനഷ്ടം എന്ന് പറയുന്ന കണക്കൊന്നുമില്ല. ഒറ്റ സംഖ്യയിൽ വരണമെന്ന് ഉള്ളതേ ഉള്ളൂ. ഈ ലാഭനഷ്ടത്തെ പറ്റി ചർച്ച ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ കാണിച്ചു കൊടുത്തിരിക്കുന്നേ ഉള്ളൂ.